രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കിടയിൽ UAE സുരക്ഷിതമാണെന്ന ഉറപ്പുമായി പ്രതിരോധ മന്ത്രാലയം എത്തിയിരിക്കുകയാണ്. അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള ഡ്രോൺ മിസൈൽ നീക്കങ്ങളെ ഫലപ്രദമായി തടയാൻ തങ്ങളുടെ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് സാധിക്കുന്നുണ്ടെന്ന് രാജ്യം ഔദ്യോഗികമായി വ്യക്തമാക്കിയിരിക്കുന്നു. തുടക്കത്തിൽ പ്രവാസികൾക്കിടയിൽ പടർന്ന പരിഭ്രാന്തിക്ക് വിരാമമാക്കിക്കൊണ്ട് സ്ഥിതിഗതികൾ ശാന്തമാണെന്നും ദൈനംദിന കാര്യങ്ങൾ തടസ്സമില്ലാതെ തുടരാമെന്നും അധികൃതർ അറിയിച്ചു കഴിഞ്ഞു. സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായി താമസക്കാർ പാലിക്കേണ്ട കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും ഗവൺമെന്റ് ഇതോടൊപ്പം പുറത്തിറക്കിയിട്ടുണ്ട്. ലോകോത്തര നിലവാരമുള്ള സുരക്ഷാ സജ്ജീകരണങ്ങൾ രാജ്യത്തുണ്ടെങ്കിലും നിലവിലെ അന്തരീക്ഷത്തിൽ ജാഗ്രത കൈവിടരുതെന്ന കർശന നിർദ്ദേശമാണ് അധികൃതർ നൽകുന്നത്. ഇറാനിൽ നിന്നുള്ള മിസൈൽ ഡ്രോൺ ഭീഷണികളെ UAE പ്രതിരോധ സംവിധാനങ്ങൾ വിജയകരമായി തന്നെ നേരിടുന്നുണ്ട്. സംഘർഷം ആരംഭിച്ച സമയങ്ങളിൽ പലർക്കും ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ ആക്രമണങ്ങൾ കുറഞ്ഞതോടെ ജനജീവിതം സാധാരണ നിലയിലായി. രാവിലെ നിലവിൽ സ്ഥിതി സുരക്ഷിതമാണെന്നും താമസക്കാർക്ക് സാധാരണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാമെന്നും അധികൃതർ അറിയിപ്പ് നൽകിയിരുന്നു. UAE ഗവൺമെന്റും നേരത്തെ തന്നെ പ്രവാസികൾക്കായി സുരക്ഷാ നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിരുന്നു. കൂടാതെ ഇന്ന് രാവിലെ UAE മന്ത്രാലയം സുപ്രധാനമായ ആ വാർത്ത പുറത്തുവിട്ടിരുന്നു. പ്രാദേശികമായ തർക്കങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇറാനിൽ നിന്നുള്ള ഡ്രോൺ മിസൈൽ ഭീഷണികളെ UAEയുടെ വ്യോമ പ്രതിരോധം സജീവമായി പ്രതിരോധിക്കും. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച പ്രതിരോധ സംവിധാനങ്ങളിൽ ഒന്നാണ് UAEയുടേതെന്ന് അറിയിച്ചിരുന്നു. എങ്കിലും സംഘർഷം നിലനിൽക്കുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശത്തിലുണ്ട്. മുൻപ് ചെയ്ത പോലെ അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ മാത്രം പാലിച്ചാൽ മതിയാകും. ഇനി ആകാശത്ത് എന്തെങ്കിലും കണ്ടാലോ ശബ്ദം കേട്ടാലോ ഉടൻ ഫോൺ എടുത്ത് വീഡിയോ പകർത്തരുത്. ഇത് അപകടകരമാണെന്നാണ് UAE പറഞ്ഞു വെക്കുന്നത്. മിസൈലുകളോ ഡ്രോണുകളോ തകർക്കപ്പെടുമ്പോൾ അതിന്റെ അവശിഷ്ടങ്ങൾ താഴെ വീഴാനും പെട്ടെന്ന് തീ പിടിക്കാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനാൽ വീഡിയോ എടുക്കാൻ നിൽക്കാതെ ആദ്യം സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറണം. ഇതിനു പുറമെ ആക്രമണ വീഡിയോ പകർത്തുന്നതും പ്രചരിപ്പിക്കുന്നതും UAEയിൽ വലിയ കുറ്റമായിട്ടാണ് കാണുന്നത്. അതിനാൽ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടാൽ പിഴയും നാടുകടത്തലും എല്ലാം പിന്നാലെ വരും. കഴിഞ്ഞ ദിവസം ദുബായിൽ നിന്നും അബുദാബിയിൽ നിന്നും ഇത്തരത്തിൽ നിയമലംഘനം നടത്തിയ നിരവധി ആളുകളെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇനി എന്തെങ്കിലും അത്യാവശ്യ സാഹചര്യങ്ങൾ ഉണ്ടായാൽ നിങ്ങൾക്ക് UAEയുടെ അടിയന്തര നമ്പറായ 999 എന്ന നമ്പറിൽ വിളിക്കാം. ഇനി നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാനോ തമാശയ്ക്കോ ചെറിയ കാര്യങ്ങൾക്കായോ ഈ നമ്പറിൽ ദയവായി വിളിക്കരുതെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. കാരണം ഇത് സഹായം ആവശ്യമുള്ളവർക്ക് ലൈൻ കിട്ടാൻ തടസ്സമായേക്കും. വെറുതെ ഒരു തമാശയ്ക്കായി മാത്രം ഈ നമ്പറിൽ ബന്ധപ്പെടാതിരിക്കുക. എന്തെങ്കിലും ആവശ്യമോ അത്യാവശ്യമോ ആണെങ്കിൽ മാത്രം ഈ നമ്പറിൽ ബന്ധപ്പെടാനാണ് UAE നിർദ്ദേശം നൽകുന്നത്. റമദാൻ ആയതുകൊണ്ട് തന്നെ പള്ളികളിൽ നമസ്കാരത്തിനും മറ്റുമായി വലിയ തിരക്കുള്ള സമയമാണ്. ഈ സമയങ്ങളിൽ അടിയന്തര മുന്നറിയിപ്പുകൾ ലഭിച്ചാൽ പരിഭ്രാന്തരാകേണ്ട. പള്ളികളിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരോ വോളണ്ടിയർമാരോ നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ച് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറുക. കൂടാതെ ഇഫ്താറിന് തൊട്ടു മുമ്പുള്ള സമയങ്ങളിൽ റോഡുകളിൽ വലിയ തിരക്ക് അനുഭവപ്പെടാറുണ്ട്. ഈ സമയങ്ങളിലാണ് ഇനി അലർട്ടുകൾ ലഭിച്ചാൽ തിരക്ക് കൂട്ടി അപകടങ്ങൾ ഉണ്ടാക്കരുത്. എല്ലാവരും ശാന്തത പാലിക്കുക. ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കാതെ തന്നെ സുരക്ഷിതമായ ലക്ഷ്യസ്ഥാനത്തേക്ക് മാറാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. UAEയുടെ സുരക്ഷാ കവചം ശക്തമാണെങ്കിലും ഓരോ താമസക്കാരനും ഉത്തരവാദിത്തത്തോടെ പെരുമാറേണ്ടത് ആവശ്യമാണ്. അനാവശ്യ കാര്യങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പറുകൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കി അടിയന്തര സഹായം തേടുന്നവർക്കായി ആ സേവനം വിട്ടുകൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഔദ്യോഗിക ചാനലുകൾ വഴി വരുന്ന വിവരങ്ങൾ മാത്രം വിശ്വസിക്കുകയും കിംവദന്തികൾ പ്രചരിപ്പിക്കാതിരിക്കുകയും ചെയ്യുക. സുരക്ഷിതമായ ഒരു സാഹചര്യം നിലനിർത്താൻ ജനങ്ങളുടെ സഹകരണം അനിവാര്യമാണെന്ന് മന്ത്രാലയം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഭരണകൂടം നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിച്ച് ഭയമില്ലാതെ ജീവിക്കാനുള്ള സാഹചര്യം പ്രവാസികൾ പ്രയോജനപ്പെടുത്തണം. വരും ദിവസങ്ങളിൽ ജാഗ്രത തുടരുന്നത് സുരക്ഷിതമായ പ്രവാസ ജീവിതത്തിന് അനിവാര്യമാണ്.